നമസ്കാരം. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ് അതായത് TCSൻ്റെ Q3 റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ടൊക്കെ ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ മുമ്പോട്ട് ഹോൾഡ് ചെയ്യണോ അതെയോ പോർഷൻസ് നമുക്ക് വിൽക്കണോ എന്നുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിനെ കുറിച്ച് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ക്വാർട്ടർലി റിസൾട്ടും ആനുവൽ റിസൾട്ടും ചെക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ Q3 റിസൾട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കിവിടെ ആദ്യമേ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കാം. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ ടു ക്വാർട്ടറും നമുക്ക് നോക്കാം. നമുക്കിവിടെ ടോട്ടൽ ഇൻകം നോക്കേണ്ടതായിട്ടുണ്ട്. ടോട്ടൽ ഇൻകം ഈ ഒരു ക്വാർട്ടറിൽ ഡിസംബർ ക്വാർട്ടറിൽ എത്രയായിരുന്നു? 2025 ഡിസംബർ ക്വാർട്ടറിൽ 68,205 കോടിയായിരുന്നു. അപ്പോൾ അത് ഒരു ക്വാർട്ടർ മുമ്പ് സെപ്റ്റംബർ ക്വാർട്ടറിൽ നോക്കുകയാണെങ്കിൽ എത്രയാണ്? 66,666 അപ്പോൾ അവിടെ നമുക്ക് ക്വാർട്ടർ ടു ക്വാർട്ടർ ടോട്ടൽ ഇൻകത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഇയർ ഓൺ ഇയർ ക്വാർട്ടറുമായിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഡിസംബർ ക്വാർട്ടറുമായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ 65,216 കോടി രൂപയായിരുന്നു അവർക്ക് ടോട്ടൽ ഇൻകം ഉണ്ടായിരുന്നത്. അതിപ്പം 68 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇയർ ഓൺ ഇയറും ക്വാർട്ടർ ടു ക്വാർട്ടറും നല്ല ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ടോട്ടൽ ഇൻകത്തിൽ. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എക്സ്പെൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ്പെൻസ് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും ടോട്ടൽ എക്സ്പെൻസ് 50,736 കോടി രൂപ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ക്വാർട്ടറിലാണെങ്കിൽ 49,463 കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 48,550 ആയിരുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇൻകം കൂടിയതുപോലെ തന്നെ ഇവിടെ എക്സ്പെൻസും കൂടിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമല്ല. എക്സ്പെൻസ് കൂടും, ഓക്കെ, പക്ഷേ ഇൻകം കൂടിയതിനൊപ്പം തന്നെ എക്സ്പെൻസും കൂടിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്വാർട്ടറിലും കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും ഇവിടെ എക്സ്പെൻസ് കൂടുതലാണ് ഈ ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഇനി പ്രോഫിറ്റ് ബിഫോർ എക്സ്പെൻഷണൽ ഐറ്റം ആൻഡ് ടാക്സ് അതെത്രയാണ്? ടാക്സും എക്സെപ്ഷണൽ ഐറ്റംസും കുറച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഇതിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 17,463 ആയിരുന്നു ഈ ഒരു ക്വാർട്ടറിൽ. കഴിഞ്ഞ ക്വാർട്ടറിൽ 17,203 ആയിരുന്നു. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ ക്വാർട്ടറിൽ ഡിസംബർ നോക്കുകയാണെങ്കിൽ 16,663 അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു പ്രോഫിറ്റിൽ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ടാക്സും എക്സെപ്ഷണൽ ഐറ്റവും കൂടെ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് അവിടെ കളി മാറുവാണ് പ്രോഫിറ്റിൽ. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഇവിടെ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ടും ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ കുറവ് വന്നു. 14,078 കോടി രൂപയേ ഉള്ളൂ. അതിന് മുമ്പാണെങ്കിൽ 16,068 കോടിയായിരുന്നു സെപ്റ്റംബർ ക്വാർട്ടറിൽ. കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 16,666 കോടിയായിരുന്നു. ഇവിടെ നമുക്ക് കുറവ് വന്നു. അതെന്തുകൊണ്ടാണ് കുറവ് വന്നത്? ഇവിടെ ഒരു എക്സെപ്ഷണൽ ഐറ്റംസ് കയറി വന്നുകൊണ്ടാണ്. അത് ഈ ഒരു ക്വാർട്ടറിൽ കയറി വന്നു. അതെന്തൊക്കെയായിരുന്നു? ഇവിടെ വന്നിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഇമ്പാക്റ്റ് ഓഫ് ന്യൂ ലേബർ കോഡ്സ്, പ്രൊവിഷൻ ടുവേഡ്സ് ലീഗൽ ക്ലെയിം. ഈ ഒരു രണ്ട് കാര്യത്തിന് നമുക്കിവിടെ 2,128 കോടിയും 1,010 കോടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ ഒരു 3,000 കോടി രൂപയുടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് നമ്മുടെ ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു മുകളിലുണ്ടായിരുന്ന പ്രോഫിറ്റിൽ നിന്ന് പോയി. അപ്പോൾ അവിടെ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ബാക്കി വരുന്ന ടാക്സ് ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ആ ടാക്സ് കുറച്ച് കഴിയുമ്പോഴത്തേനും തന്നെ പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കമ്പനി 10,720 കോടി രൂപയാണ് വന്നത്. നമ്മുടെ എക്സെപ്ഷണൽ ഐറ്റം അത് കുറച്ചിരുന്നു. അതിനുശേഷം ടാക്സും കുറച്ച് വരുന്ന പ്രോഫിറ്റ് എത്രയാണ്? 10,720 രൂപയാണ്. 720 കോടി രൂപയാണ് ഈ ഒരു ക്വാർട്ടറിൽ ലഭിച്ചത്. കഴിഞ്ഞ ക്വാർട്ടറിലോ 12,131 കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം അത് ഇവിടെ നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ കുറവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ അത് 12,444 കോടിയാണ്. അവിടെയും ഈ ഒരു ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറവ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞു, ഇൻകം കൂടിയെങ്കിലും അവിടെ എക്സ്പെൻസ് വന്നു, എക്സെപ്ഷണൽ ഐറ്റംസ് വന്നു, ടാക്സ് വന്നു, എല്ലാം കൂടെ കൂട്ടി ടോട്ടൽ പ്രോഫിറ്റിൽ കുറവാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഏണിങ്സ് പെർ ഷെയർ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഏണിങ്സ് പെർ ഷെയർ നമുക്കിവിടെ 29, 33, 34. അപ്പോൾ ഇവിടെ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അവിടെ ഏണിങ്സ് പെർ ഷെയർ കുറഞ്ഞു. അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അവിടെ ഏണിങ്സ് പെർ ഷെയർ കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ടോട്ടലായിട്ട് നമ്മൾ ഇതിനൊന്ന് ഓവറോളായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി കുറഞ്ഞു എന്നല്ല, പക്ഷേ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് TCSൻ്റെ റിസൾട്ടിൽ. അതുപോലെ അത് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിലും ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുകയാണെങ്കിലും പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക കമ്പനി. എങ്കിലും പ്രോഫിറ്റബിൾ ആണ്, എങ്കിലും പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഹോൾഡിംഗ് ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.